തവനൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ ഫിറോസ് ചാരിറ്റി രംഗത്തെ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നന്മമരം ഒരൊറ്റ വീഡിയോയിലൂടെ രോഗികളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്തിച്ച ദൈവദൂതൻ. ഈ ഒരൊറ്റ ഫാക്ടർ തന്നെയായിരുന്നു കോൺഗ്രസ് ഫിറോസിനെ തവനൂരിലേക്ക് പരിഗണിക്കാനുള്ള കാരണം. സ്ഥാനാർത്ഥി സാധ്യതകൾ പുറത്തു വന്നതോടെ തന്നെ പ്രാദേശിക എതിർപ്പുകൾ ശക്തമായിരുന്നു. റിയാസ് മുക്കോളി, അഡ്വക്കേറ്റ് പത്മകുമാർ എന്നിവരെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കണമെന്നായിരുന്നു കലാപക്കൊടി ഉയർത്തിയവരുടെ ആവശ്യം. ഒടുവിൽ രമേശ് ചെന്നിത്തല നയിച്ച ഐശ്വര്യ കേരള യാത്ര പാലക്കാട്ടെത്തിയപ്പോൾ സ്ഥാനാർത്ഥിത്വം ഫിറോസിനെ നേരിൽ കണ്ട് ഉറപ്പിച്ചു. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പുറകോട്ടു പോകാൻ ഒരു വേള ഫിറോസ് ആഗ്രഹിച്ചിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനം തുടരണമെന്ന ആവശ്യമാണ് ഫിറോസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചത്. ഒടുവിൽ ഫിറോസ് തന്നെ തവനൂരിൽ KT ജലീലിന് എതിരാളിയായി. പരാജയപ്പെട്ടെങ്കിലും ഇടത് കേന്ദ്രങ്ങളെ വല്ലാതെ ഉലയ്ക്കാൻ അവസാന നിമിഷം വരെ ഫിറോസിനായി. കേവലം 2185 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജലീൽ വിജയിച്ച് കയറിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം ചികിത്സാ ഫണ്ട് പിരിവുകളുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്ന ഫിറോസ് ചാരിറ്റി പ്രവർത്തനം നിർത്തുന്നുവെന്ന് പ്രഖ്യാപിച്ചു. തന്നെ തൂക്കിക്കൊല്ലൂ എന്ന് ആഞ്ഞടിച്ച ഫിറോസ് ഇടക്കാലത്ത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചും രംഗത്തെത്തി. വിശക്കുന്നവന് അന്നം കൊടുത്തത് ഇടത് തരംഗത്തിന് കാരണമായെന്നായിരുന്നു ഫിറോസിന്റെ പ്രതികരണം. ഫിറോസ് ഇപ്പോഴെവിടെയെന്ന് ചോദിച്ചാൽ ചാരിറ്റി രംഗത്ത് ഇപ്പോഴുമുണ്ട്. പഴയ അത്ര വീര്യമില്ലെന്ന് മാത്രം. വിവാദങ്ങളിലേക്കും അധികം തല കൊടുക്കാറില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഫിറോസ് ഉണ്ടാകാനും സാധ്യത നന്നേ കുറവ്.